എനിക്ക് ഇന്നലത്തെ ദിവസം ഒരു വല്ലാത്ത ദിവസമായിരുന്നു. അതായത് അവിടെ ശിവഗിരി തീർത്ഥാടനം അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്യണം. അത് രാവിലെ ഞാൻ എത്തി. ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹവും നേരത്തെ എത്തുമെന്നായിരുന്നു. പക്ഷേ ഞാൻ അവിടെ പരിപാടിക്ക് എത്തുന്നത് വരെ അദ്ദേഹം എത്തിയില്ല. പരിപാടി ആരംഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. സ്വാഗത പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. അത് കഴിഞ്ഞവർ പിന്നെ അധ്യക്ഷ പ്രസംഗം മാറ്റിവെച്ചുകൊണ്ട് ക്യാബിനറ്റ് യോഗം അതിന് ശേഷമുള്ളതുകൊണ്ട് എന്നെ ക്ഷണിച്ചു ഇതിൽ സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ സംസാരിക്കാൻ ക്ഷണിച്ചപ്പോൾ ഞാൻ ഇത് പറഞ്ഞു, ഈ ഒരു മര്യാദകൾ കാണിക്കേണ്ടതായിട്ട് വരും. കാരണം കർണാടക മുഖ്യമന്ത്രി ഇവിടെ സംസാരിക്കുമ്പോൾ സ്വാഭാവിക നീതി ഞാനും കൂടി അവിടെ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ക്യാബിനറ്റ് യോഗം ഉള്ളതുകൊണ്ട് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്ന് പരസ്യമായിട്ട് ഞാൻ ആദ്യം പറയുകയാണ്. ആ മീറ്റിംഗ് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പോവുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കാൻ അപ്പോൾ സമയമുണ്ടായിരുന്നില്ല. നേരെ ക്യാബിനറ്റിലേക്ക് പോകലായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മോഹൻലാലിൻ്റെ അമ്മ മരണപ്പെട്ട ഒരവസ്ഥയായതുകൊണ്ട് അവരെ ഒന്ന് കാണാമെന്ന് വെച്ച് നേരെ അവിടെ പോയി. അവരെയും കണ്ട് ക്യാബിനറ്റിൽ പോയി. അത് കഴിഞ്ഞ് ക്യാബിനറ്റിൽ നിന്ന് നേരെ പോകേണ്ടി വരുന്നത് ധർമ്മടത്തേക്കാണ്. ധർമ്മടം മണ്ഡലത്തിലെ നേരത്തെ ജനപ്രതിനിധിയായിരുന്ന കെ നാരായണൻ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കുന്നതിന് മുൻപ് ആ ബോഡി ഒന്ന് കാണുക എന്നുള്ള താല്പര്യത്തോടെ അവിടെ പോയി തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ അങ്ങനൊരു വല്ലാത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇന്നലത്തെ തീര. അതെ, അത് എൻ്റെ ശ്രദ്ധയിലും പെട്ട കാര്യമാണ്. നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണല്ലോ. പക്ഷെ അതിൽ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത്, ഇപ്പോൾ ഉത്തർപ്രദേശിലോ മറ്റെവിടെയെങ്കിലും ഈ ബുൾഡോസർ കാര്യങ്ങൾ വന്നാലും ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ മറ്റു ചില സംസ്ഥാനങ്ങളിൽ നടന്നാലും സാധാരണഗതിയിൽ ഈ സംസ്ഥാനത്തിൻ്റെ അതിർവരമ്പുകൾ വെച്ചുകൊണ്ടല്ല നമ്മളാരും പ്രതികരിക്കാറ്. അത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാറുണ്ട്. ചിലപ്പോൾ രാജ്യത്തിനപ്പുറത്തുള്ള കാര്യങ്ങളും നമ്മൾ പ്രതികരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മറ്റെവിടെയും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ, ഇപ്പോൾ ഗാസയിലെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ അതിർത്തി നോക്കി പ്രതികരിക്കുക എന്നുള്ളതല്ല സാധാരണ രീതി. സ്വാഭാവികമായിട്ട് പ്രതികരിക്കും. ആ പ്രതികരണമാണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നിസ്സഹായരായ ഒരു കൂട്ടം ആളുകളെ ബുൾഡോസർ ഉപയോഗിച്ച് തെരുവാധാരമാക്കുന്ന നില വന്നപ്പോൾ അതിനെതിരെയുള്ള പ്രതികരണമാണ് വന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.